നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ ഒരു ഒഫീഷ്യൽ പാർട്ട് നമ്മൾ ഓൾറെഡി 2 days മുന്നേ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മളുടെ സെഷൻ 2ന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ട് ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ സോ ഇന്നത്തെ സെക്ഷൻ മാം പറഞ്ഞ പോലെ തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ആണ്. വളരെ ഫണ്ണായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മളൊരു കോളേജിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷേഴ്സ് ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ? അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ പരിചയപ്പെടുന്നു, അവരായിട്ടൊക്കെ ഒന്ന് എൻഗേജ് ചെയ്തിട്ട് ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് ഒരു വിന്നറൊക്കെ സെലക്ട് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ പോകുന്നുണ്ടായിരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ക്യാമറ എല്ലാം ഓൺ ചെയ്തിരിക്കാം. മൈക്ക് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ നമുക്ക് നിങ്ങളെ പരിചയപ്പെടാനും നിങ്ങളുടെ പേരെന്താണ്, ഏത് ബാച്ച് ആണ്, നമ്മൾ ഏത് കോഴ്സ് ആണ് ഇഗ്നോയിൽ ചെയ്യുന്നത്, എവിടെ നിന്നാണ്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യം ഫീൽ ഫ്രീ ആയിട്ടിരിക്കുക, വളരെ റിലാക്സ് ആയിട്ടിരിക്കുക, ആരും മസിൽ പിടിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുക. ആദ്യം ആരാ വരുന്നേ സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട്? എന്റെ പേര് തീർത്ത, ഞാൻ വടകരയാണ് സ്ഥലം. പറഞ്ഞോളൂ. മാം ഓക്കെ, ഏത് കോഴ്സാന്നുള്ളതും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എവിടെ ഏത് കോഴ്സ് എക്കണോമിക്സ്. ഓക്കെ, തീർത്ത പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടില്ല മാം, ഞാൻ ഡാൻസർ ആണ്, ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഓ, നമുക്കൊരു 2 സ്റ്റെപ്പ് എന്തെങ്കിലും മുദ്രകളായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാനായിട്ട് സാധിക്കും? ഒരു 5 മുദ്ര നമുക്കൊന്ന് കാണിച്ചു തരുമോ? ഏതൊക്കെയാണ്? ഓക്കെ, ഞാൻ ഭരതനാട്യത്തിൽ പഠിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. പതാക, പതാക, അർത്ഥ പതാക, കത്തിരി മുഖം, മയൂരം, അർത്ഥചന്ദ്ര. അടിപൊളി. താങ്ക് യു സോ മച്ച് തീർത്ത. അടുത്തത് ആരാ വരുന്നേ? Okay, ma'am. I am Grishma Jain from കൊല്ലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ എടുത്ത ബാച്ച് BA പൊളിറ്റിക്കൽ സയൻസ് ആണ്. പിന്നെ എന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹോബീസ്, എനിക്ക് ബുക്സ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വായിക്കാൻ. പ്രത്യേകിച്ച് സ്കിൽസ് ഇല്ലെങ്കിലും ഞാൻ ബുക്സ് റിലേറ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അങ്ങനെ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു നോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളോ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഏതായാലും ഒരു പുസ്തകം ഏതാന്നുള്ളത്? മാം, APJ അബ്ദുൽ കലാമിന്റെ റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു ബുക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഫേസ് ചെയ്ത ഒരുപാട് സ്ട്രഗിൾസുകൾ നമുക്കത് അങ്ങോട്ടുള്ള ഓരോ ചാലഞ്ചസുകളും വളരെ പ്രചോദനം. ഓക്കെ, അടിപൊളി. താങ്ക് യു ഗ്രീഷ്മ. ആൻഡ് നെക്സ്റ്റ് ആരാ വരുന്നേ? ഹോബി പാട്ട് കേൾക്കുക. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാടുവോ? പാടുന്നത് ആസ്വദിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതെ, ഓക്കെ. അപ്പൊ പാടില്ല, പാടുവോ? ഒരു 2 വരിയൊക്കെ നമുക്കൊന്ന്. അത് അത്ര കോൺഫിഡന്റ് അല്ല. പാടും, പക്ഷെ നമ്മൾ തുടക്കമല്ലേ, അതുകൊണ്ടൊരു. ഓക്കെ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരാം. നമ്മളിവിടെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സുകളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് മുമ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മളെല്ലാം പരിചയപ്പെടണം, നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പൊ ആവാം ഒരു 2 വരി പാട്ട്. ഓരത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തെറ്റിക്കുമ്പം പാടടി, വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ, എന്റെ മാരിപ്പളും ഇപ്പം രാജപ്പൂമുത്തായി പോയടി. അടിപൊളി, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. കൊള്ളാം, അടിപൊളി. ഞാൻ പേര് വിളിക്കുന്നതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ നമ്മൾ നോക്കി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് വരാം. വഫ, റെഡിയാണെന്ന് തോന്നുന്നു. ആണോ? മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേക സ്കില്ല് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എല്ലാരോടും സംസാരിക്കുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് മെയിൻ ഹോബീസ്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്യാവശ്യം പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രക്കുള്ളൂ പറയാല്.
ഓക്കെ. അപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആരും ഒന്നും ചെയ്യൊന്നുമില്ല. നമ്മൾ നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുക, വളരെ കംഫർട്ട് ആയിട്ട് ഇരിക്കുക. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നും ഇല്ലാന്ന് തുടക്കം തന്നെ ഒറ്റയടിക്ക് അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പൊ എന്താ സാധാരണ ചെയ്യാറുള്ളത് ഡെയിലി? അപ്പൊ ഫ്രീ ടൈമിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്? ചുമ്മാ ഉറങ്ങാ കിടക്കുക, ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് പറ. ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ്? ബിരിയാണി ബിരിയാണി. സ്വാഭാവികം. ഓക്കെ, താങ്ക് യു. ഏത് നല്ല കോഴ്സായിരുന്നു? കോമഡിയാണല്ലോ. ഞാൻ അതെ അതെ. BA ഓക്കെ, താങ്ക് യു അമീറ. ആൻഡ് ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് സൂം ഇൻ സൂം ഔട്ട് എന്നാണ് ഈ ഗെയിമിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക, അതുപോലെ മൈക്കൊക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോ ഇന്ന് നമുക്കിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമ്മുടെ ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇമേജ് നമ്മൾ വളരെ സൂമിങ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ കാണിക്കും. അപ്പൊ ആ ഇമേജ് എന്താന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് ഗെയിം. അപ്പോ ആദ്യം ആർക്കാണോ ആ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അൺമ്യൂട്ട് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇമേജ് കണ്ടിട്ട് എന്താന്ന് ക്ലിയർ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലും പറയാം, അതല്ല നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് ഇമേജ് ഇതാണ്. ആരായിട്ടാണ് തോന്നുന്നത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇമ്മാനുവൽ ഇട്ടിട്ടുണ്ട്, CR7. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഒത്തിരി പേര് പറഞ്ഞു. ആരാണിത്? എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അല്ലേ? റൊണാൾഡോ. ആൻഡ് സോറി. ഓക്കെ, നിങ്ങൾ എല്ലാരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാരാണ്? ഇത് ലാലേട്ടൻ, മോഹൻലാൽ, ലാലേട്ടൻ. മോഹൻലാൽ. ആദ്യം ആരാ പറഞ്ഞേ? ജയചന്ദ്രൻ. ഓക്കെ. ഓക്കെ, നമുക്ക് ഈ ഒരു മത്സരം, ഈ ഒരു ആക്റ്റീവ് നമുക്ക് എപ്പോഴും വേണം കേട്ടോ. നമുക്ക് ഭയങ്കര കടുത്ത മത്സരത്തിൽ പോകണം. ആദ്യം ഞാൻ എത്തണം എന്നുള്ള ഇതിൽ എല്ലാരും ഇരിക്കുക. ഓക്കെ, ലാലേട്ടനാണ്. ഫാൻസ് ഉണ്ടെന്ന് ലാലേട്ടൻ ഇവിടെ. അതെ. നെക്സ്റ്റ്, ഇതാരുടെ കണ്ടാണോ? ശോഭന. ഉറപ്പാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അടക്ക്. ഉറപ്പാണോ? വേറെ ആരുടെയെങ്കിലും കണ്ണായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? എനിക്കൊന്നുമില്ല, ശോഭനന്റെ കരം. ഓക്കെ, കറക്റ്റ് ശോഭനയല്ല. തന്നെയാണ്. ശോഭനയല്ല. അയ്യോടാ, മിസ്സായി പോയി. വേറെ ഏതോ ഒരു ഉത്തരം കൂടെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ശോഭന തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്, ഇതാരാണ്? കൃഷ്ണനാണോ? അല്ല, സോറി, അച്യുതാനന്ദൻ. ഓക്കെ, VS പറയുന്നുണ്ട്. കൃഷ്ണൻ എന്നാരോ പറഞ്ഞല്ലോ, അതാരായിരുന്നു? VS കൺഫേം ആണോ? എന്നാ നോക്കിയാലോ. ഓക്കെ, കറക്റ്റ് ആണ്. Okay. ഇനി നെക്സ്റ്റ്, ഇതാരാ? ദുൽഖർ സൽമാൻ. ഉണ്ണിമുകുന്ദൻ, ദുൽഖർ സൽമാൻ. വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ഓക്കെ, ഏറ്റവും കൂടുതൽ ആർക്കാ? ദുൽഖറിനാ? ദുൽഖറിനാണോ ലാലേട്ടനാണോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. കറക്റ്റ് തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ്, ഇതാരാണ്? MS ധോണി. ഓക്കെ, ചാറ്റ് ബോക്സിൽ ആളുകൾ പറയുന്നുണ്ട്. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുക കേട്ടോ. അഖിലാണ് കണ്ടപ്പത്തിന് ഫസ്റ്റ് പറഞ്ഞോളൂ. ആരാ ഫസ്റ്റ് പറഞ്ഞേ? ഓക്കെ, ഞാൻ സൗണ്ട് നോക്കിയാലോ. ആദ്യം കേട്ടത്. അതാ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് തന്നെയാണ്. MS ധോണി തന്നെയാണ്. നെക്സ്റ്റ്, ഇത് പറഞ്ഞേ നോക്കട്ടെ. എന്തായാലും നമ്മളെ നാട്ടിലുള്ളതല്ലേ. പിന്നെ കുറച്ച് പേർക്കും. അതെ അതെ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങക്ക് കണ്ടിട്ട് ആരായിട്ടാ തോന്നുന്നത്? കുടുംബക്കാരൊന്നല്ല, ആരാണോ? ആർക്കെങ്കിലും പരിചയം?
നോ ഐഡിയ. ആർക്കും അറിയില്ല. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ആ നമ്മള് ഈ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻ എന്ന് പറയാം, ആ ഒരു സംഭവം നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. മാർക്ക് സക്കർബർഗ്. ഓക്കെ, മാർക്ക് സുക്കർബർഗ് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇല്ല. വേറെ വേറെ പോരട്ടെ ആലോചിച്ച് നോക്കൂ. മാർക്ക് തന്നെ. മാർക്ക് തന്നെ. ഒരാൾ പറഞ്ഞു വെച്ചിട്ട് കൂടെ പറയരുത്. ചിലപ്പോ അത് തെറ്റാം, ചിലപ്പോ ശരിയായിരിക്കാം. അപ്പൊ നിങ്ങൾ ആളൊരു നോക്കിയിട്ട് പറയാം. ഇല്ല, പറഞ്ഞതിന് ഫേസ് സിമിലാരിറ്റീസ് ഒക്കെ തോന്നുന്നുണ്ട് ചെറുതായിട്ടൊക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, വേറെ ഉത്തരങ്ങളുണ്ടോ? വേറെ ഉത്തരങ്ങൾ വരുന്നുണ്ടോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി വരാൻ പറ്റുമോ? കണ്ണ് മാത്രമായിട്ടല്ലേ? അതിനുള്ള സമയം നമുക്കില്ല. അപ്പൊ നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് ജെഫ് ബെസോസ് എന്നാണ് ആളുടെ പേര്. ആമസോൺ അതൊരു അമേരിക്കൻ എന്റർപ്രണേഴ്സ് ആണ്, ഇൻവെസ്റ്റർ ആണ്. അതുപോലെ ആമസോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാട്ടോ. ആമസോൺ ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാറില്ല എന്നല്ലേ? ഞാൻ ഫ്ലിപ്കാർട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആമസോൺ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല അല്ലെ? അറിയാം. അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇതാരാണ്? അതെ, കറക്റ്റ് ആണ് കേട്ടോ. ചിത്ര അതെ ചേച്ചി. ചിത്ര ചേച്ചി കറക്റ്റ് ആണ്. നെക്സ്റ്റ് ചിത്ര ചേച്ചി. രജനീകാന്ത് എന്ന് പറയുന്നുണ്ട്. വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. തലവരെ അതെ, രജനീകാന്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്? ഉറപ്പാണോ? ഒന്ന് ശരിക്കും നോക്കി നോക്ക്. വല്ല പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അടുക്കിച്ച് വെച്ച പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? ഇത് കോണാണ്. ഓക്കെ, കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഫ്രൂട്ടി പോലെ വഴുതനങ്ങ, ബീട്രൂട്ട്, വഴുതനങ്ങ, പിന്നെ ബ്രിഞ്ചർ. ഓക്കെ, വഴുതനങ്ങ തന്നെയാണ് കേട്ടോ. ബ്രിഞ്ചർ കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ബ്രോക്കോളി. കൈപ്പങ്ങ എന്ന് പറയുന്നുണ്ട്, ബ്രോക്കോളി എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ബ്രോക്കോളി കയറും. ഓക്കെ, നമുക്ക് നോക്കാം. അയ്യോ, ഇതും കൂടെ പറഞ്ഞു എന്നിട്ട് ഒരുമിച്ച് നോക്കാം. ഓക്കെ, രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ബ്രോക്കോളി ആണ്, ഇത് പൊട്ടറ്റോ ആണ്. കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതെന്താണ്? നെക്സ്റ്റ് ലേഡി ഫിംഗർ. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. ലേഡി ഫിംഗർ ആണ്, വെണ്ടയ്ക്കയാണ്. നെക്സ്റ്റ് കാബേജ്. ഉറപ്പാണോ? പച്ചക്കറിയുടെ സെക്ഷനിലോട്ട് വന്നപ്പോ അധികം സ്ത്രീകളുടെ സൗണ്ട് ആണല്ലോ ഉയർന്നു വരുന്നത്. എന്ത് പറ്റി? വെണ്ടയ്ക്കൊക്കെ കണ്ടെത്തിയ ആൾക്കാരെ എന്തോരം ഒബ്സർവേഷൻ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, കറക്റ്റ് തന്നെയാണ് കേട്ടോ. സോ ഈ ഗെയിം ഇത്ര മതി. നമുക്ക് കുറച്ചും കൂടെ ഇനി ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. ഓക്കെ, മുന്നോട്ട് വരുന്നു. അതെ, ഇനി ആരാ നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? എന്റെ പേര് അക്ഷയ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലക്കാരിയാണ്. ഇതിനോട് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ വൈപ്പിൻകാരത്തിയാണ്. ഡിഗ്രി ചെയ്തിട്ട് ചെയ്തതാണ്, ഓൾറെഡി ചെയ്തതാണ്. കുറച്ച് പേപ്പർ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോ അത് ഇത്രയും ഡിസ്റ്റൻസ് വന്ന കാരണം അങ്ങനെ ഒന്നുകൂടി ചെയ്യാന്ന് വിചാരിച്ചു. ഫ്രഷ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഹോബി എന്ന് പറയാനായിട്ട് ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാനൊന്ന് നിർത്തി വെച്ചിരിക്കണായിരുന്നു.
ഇനി പതുക്കെ പതുക്കെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒപ്പം ഇതും ഒപ്പം കൊണ്ടുപോകണം. അങ്ങനെ ഓക്കെ, താങ്ക് യു അക്ഷയ. നല്ല ഒരു ഹോം ബേക്കർ ആണ്. നമുക്കൊക്കെ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. ലേൺവേസിലോട്ടൊക്കെ ഒരു കേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ വരുന്നത്? എന്റെ പേര് ഫാത്തിമ തിൽമുനിസ. ഉം. എന്റെ വീട് പാലക്കാടാണ്. ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്ട് BA ഹിസ്റ്ററി ആണ്. ഓക്കെ, എന്താണ് ഹോബീസ്? ഹോബീസ് പുസ്തകം വായിക്കും, പാട്ട് പാടും. ആ, അങ്ങനെ. ഉം. എന്നാ നമുക്ക് രണ്ടുപേരും പാട്ട് കേട്ടാലോ? അത് വേണോ? കുഴപ്പമില്ല, രണ്ടുപേരും മതി. ഏ ആ, പാട്ട് പോരട്ടെ. നമുക്ക് എപ്പോഴും ചാൻസസ് ഒന്നും കിട്ടില്ല. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ചാൻസസ് ഒക്കെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയല്ലേ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് രണ്ടുപേര്. വേണോ പാട്ടൊക്കെ? ആ, ആവാ. പാട്ട് നന്നായിട്ട് പാടുന്നല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും രണ്ടുപേരെയൊക്കെ പാട്ട് കേൾക്കാം. ഫാത്തിമ എന്റെ സ്റ്റുഡന്റ് ആണ്, ഞാൻ അറിഞ്ഞില്ല പാട്ട് പാടുന്ന കാര്യം. പാടാം, ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ. കണ്ണോടി കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടല മിന്നലായി. മിന്നൽ മഴ കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. പോരെ? ഓ, മതി മതി മതി, അടിപൊളി, ഉഷാറായില്ലേ? സൂപ്പർ താങ്ക് യു. ആയിരുന്നു, അടിപൊളിയായി. എന്തോരം ആളുകളെ കമന്റ് ചെയ്തിരിക്കുന്നത്. അതെ, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടായിട്ടുണ്ട്. താങ്ക് യു ഫാത്തിമ, താങ്ക് യു സോ മച്ച്. എനിക്കൊരു മകനുണ്ട്. അവന്റെ ഇത് കൊണ്ടാണ് ഞാൻ എന്താണ് വീഡിയോ ഓണാക്കാതിരുന്നത്. അടുത്ത പ്രാവശ്യം എന്തായാലും വീഡിയോ ഓണാക്കിയിട്ട് നമുക്ക് നേരിൽ കാണാം. ഓക്കെ ഓക്കെടാ, ശരി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ വരുന്നേ? എൻ്റെ പേര് സഞ്ജിത എന്നാണ്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. BA ഹിസ്റ്ററിയാണ്. പിന്നെ ഹോബീസ് എന്ന് വെച്ചാൽ വായിക്കും, പടം വരയ്ക്കും, പിന്നെ ആർട്ട് വർക്കൊക്കെ ചെയ്യും, പാട്ടും പാടും. ആഹാ, നന്നായിട്ട് വരയ്ക്കൊക്കെ ചെയ്യോ? കുഴപ്പമില്ല. അടിപൊളിയാണല്ലോ. നമുക്കിപ്പോ പെട്ടെന്നൊന്ന് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആർട്ട് തൊട്ടടുത്ത് എന്തെങ്കിലും ഉണ്ടോ? ചെയ്തെന്ന് വെച്ച് എന്തെങ്കിലും ആർട്ട്? ഓ, ഇതൊക്കെ ആർട്ട് ചെയ്തതാണോ? അതെ മാം. വാവ്, അടിപൊളി, കൊള്ളാലോ. പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണോ അത്? ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, വാവ്, അടിപൊളി. ഇവിടെ എല്ലാവരും നല്ല സ്കില്ലുള്ള ആളുകളാണല്ലോ. എനിക്കെന്നെ കണ്ടിട്ട് അസൂയാവുന്നു ഗൈസ്. ഓക്കേടാ. അതെ 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 അതെ, താങ്ക് യു സഞ്ജിത. ആൻഡ് അടുത്ത ഇനി ആരാ വരുന്നേ? അഖിൽ. ആലപ്പുഴയിലാണ് വീട്. ആലപ്പുഴ കലവൂർ സ്വദേശിയാണ്. പ്രത്യേകിച്ച് ഹോബികളെന്ന് പറയുന്നില്ല, വർക്കുണ്ട്. ഡ്രൈവറാണ്. പിന്നെ ചെറിയ പെയിന്റിങ്ങിന്റെ വർക്കുണ്ട്. അതിനുശേഷം മാത്രം ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുക. ഇപ്പൊ നിലവിൽ ആലപ്പുഴയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ 154 റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതിനുശേഷമാണ് ഡിഗ്രി എടുക്കണം എന്നൊരു തോന്നലുണ്ടായത്. അതിനുശേഷമാണ് ലേൺവേസിൽ ചേർന്നു. BA ഹിസ്റ്ററിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് പഠിച്ച് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല, കൂട്ടുകാരൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ഹോബി. പിന്നെ ചെറിയ സംഘടനാ പ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഒരു സകലകലാ വല്ലഭനാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ആൾ ഓടി എത്തുന്നുണ്ട് അല്ലേ? അടിപൊളി. ക്ലാസ്സൊക്കെ മിസ്സായാലും ഇന്നലത്തെ സെഷനൊക്കെ മിസ്സായപ്പോ വന്ന് ചോദിച്ചായിരുന്നു, അയ്യോ എനിക്ക് മിസ്സായി പോയല്ലോ, കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ. ഓക്കെ, ഓട്ടം പോകുന്ന സമയത്ത് കറക്റ്റ് സമയം കിട്ടില്ല. നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയമായതുകൊണ്ട് ക്ലാസ്സിൽ കയറാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, താങ്ക് യു അഖിൽ, താങ്ക് യു സോ മച്ച്. അടുത്ത ആരാ വരുന്നേ? ഹലോ, ആരാത്? വഫയാണോ? അതെ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഞാന് പാലക്കാട്, വീട് പാലക്കാടാണ്. ഞാൻ എടുത്തിട്ടുള്ളത് BA എക്കണോമിക്സ്. ഹോബീസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുതിയ പുതിയ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യുക, അങ്ങനെ
അങ്ങനെ ഹോബീസ്. ഓക്കെ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള സാധനം എന്താ? ലേറ്റസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള സാധനം അങ്ങനൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഇപ്പൊ കഴിക്കാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാണ്? ഞാനിപ്പോ ലാസ്റ്റ് ആയിട്ട് ഒരുപാട് ഉണ്ടാക്കിയത് നമ്മളെ ആൽഫ്രഡോ പാസ്തയാണ്. ഒരുപാട് ഇഷ്ടം എല്ലാവർക്കും. ഓക്കെ ഓക്കെ. എനിക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് കൂടെ ചോദിക്കണം എന്നുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് സമയപരിധി ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ പറയാം അതൊക്കെ. താങ്ക് യു വാഫ. ആൻഡ് അടുത്തതാരാ വരുന്നേ? ഹാദിയ. എന്റെ പേര് ഹദിയ. ഞാൻ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ട് സൈഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ എടുത്തത് BA എക്കണോമിക്സ് ആണ്. ഓക്കെ. എന്ന് പറയാൻ എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ സിസ്റ്റേഴ്സിന്റെ മക്കൾ ഉള്ളതുകൊണ്ട് അധികം അതൊന്നും ചെയ്യാറില്ല, എല്ലാം കീറിക്കളയും. ഓക്കെ. അപ്പൊ ഡ്രോയിങ് കാണിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവോ ഇപ്പോ? അത് ഒതുക്കി വെച്ചേക്കാ, കൊറേയൊക്കെ കീറി കളഞ്ഞിട്ടുണ്ട്. ഒരു പെയിന്റിങ് എങ്ങാനും കാണുന്നത് എവിടെയോ ഒതുക്കി വെച്ചേക്കുന്നത്, ആരെയും എടുക്കാതിരിക്കാനായിട്ട്. ആണോ? ഓക്കേടാ. താങ്ക് യു ഹദിയ. ആൻഡ് അടുത്തത് ഇനി ആരെ വിളിക്കുന്നേ? ആരെ വരുന്നേ ഇനി നെക്സ്റ്റ് ആയിട്ട്? എന്റെ പേര് ഇമ്മാനുവൽ, ട്രിവാൻഡ്രം വരെയാണ്. പിന്നെ ഞാൻ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആണ്. ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ഡിപ്ലോമ ഉണ്ട്. ഈ ഗെയിമിങ് ഡെവലപ്പിംഗ് അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ടെക്നീഷ്യൻ ആയിട്ട് ചെയ്യണം. എനിക്ക് ഗെയിമിംഗ് താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ മേഖല കയറിയത്. പിന്നെ BA എക്കണോമിക്സ് എടുക്കാൻ കാരണം വീട്ടുകാർ പിന്നെ ഒരു ഡിഗ്രി എടുത്താൽ ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. വേറെ ഹോബി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഗെയിമിങ്. പിന്നെ വീട്ടുകാർ പിന്നെ നമ്മളെ വീട്ടിൽ 2 വള്ളമുണ്ട്, കടപ്പുറത്ത് വിഴിഞ്ഞാണ്. അങ്ങനെ മീൻ പിടിക്കാനും അവരെ സഹായിക്കാനൊക്കെ പോകും. ഓക്കെ, കൊള്ളാലോ. മീനൊക്കെ അപ്പൊ വലയെറിഞ്ഞ് മീനൊക്കെ പിടിക്കും? ഇല്ല ഞങ്ങളെ സഹായിക്കാൻ പോകും. പിന്നെ കരപ്പണി, ചെറിയ കടൽപ്പണി, അങ്ങനെ ദൂരോട്ട് പോകത്തില്ല. അത് പേടിയാണ്, അതല്ലേ ആൾക്കാരെ പോകത്തുള്ളൂ. ഓക്കെ. താങ്ക് യു ഇമ്മാനുവൽ. ആൻഡ് അടുത്തത് ഇനി ആരാ വരുന്നേ? ഗോപിക ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നോ? ഗോപിക. എന്റെ പേര് മരിയ തെരേസ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എടുത്ത വിഷയം BA ഹിസ്റ്ററിയാണ്. പിന്നെ ഹോബീസ് എന്ന് പറയുന്നത് വയലിൻ വായിക്കും, പിന്നെ ബേക്കിങ്ങും കുക്കിങ്ങും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ റീഡിങ് ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഓക്കെ. വയലിൻ ഉണ്ടോ ഇപ്പൊ കയ്യില്? അത് എടുത്ത് വെച്ചിരിക്കുക ഇപ്പൊ. ഓക്കെ. ഓക്കെടാ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നെക്സ്റ്റ് ആരാ വരുന്നേ? ഷൈമ ബീവി. ഹലോ, പറഞ്ഞു. ഞാൻ ഷെയ്മ ബീവി. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ BA എക്കണോമിക്സ് ആണ് എടുത്തത്. ഓക്കെ. എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാ ചെയ്യുന്നത്? ഹോബീസ് സംതിങ് എവറിത്തിങ്. അത് പറഞ്ഞ പോലെ എല്ലാത്തിലും ജസ്റ്റ് റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും, സ്പീക്ക് ചെയ്യും. ഓക്കെ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നാൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ? റൈറ്റിംഗ് ആൻഡ് റീഡിങ്. റൈറ്റ് ചെയ്യാനും. അപ്പൊ ഓക്കെ, ഇങ്ങനെ കവിതകളെല്ലാം എഴുതുവോ? ഞാൻ പോം എഴുതാറുണ്ട്. അതെ. ഒരു കവിത നമുക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റുമോ? ഒരു 4 ലൈൻസ്. അങ്ങനെ എഴുതാറുള്ളൂ, അങ്ങനെ പറയാൻ. ഞാൻ എഴുതാറേ ഉള്ളൂ, വായിക്കാറില്ല. അതല്ലേ. ഓക്കെടാ. താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്തത് ഇനി ആരാ വരുന്നേ? ആയിഷ. ഓക്കെ, ആയിഷ പറഞ്ഞു. കുറെ നേരം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോൺഫിഡൻസ്. അടിപൊളി. അപ്പൊ മൈക്കൊക്കെ ഓൺ ചെയ്ത് ഞാൻ ഉണ്ടെന്ന് പറയാൻ മുന്നോട്ട് വരണ്ടേ? അങ്ങനെ ചമ്മല് ആവശ്യമൊന്നുമില്ല. ഞാൻ മലപ്പുറത്തുനിന്ന് ഇടവണ്ണ വരുന്നത്. എന്നെ കല്യാണം കഴിച്ചത് ഇടവണ്ണക്ക്. എന്റെ വീട് നിലമ്പൂരാണ്. ഞാൻ BA പൊളിറ്റിക്സ് എടുത്തത്. ഓക്കെ. എന്താണ് ഹോബീസ് ഒക്കെ? അങ്ങനെ ഹോബീസ് ഉണ്ട്, എല്ലാ ഹോബീസും. ഓക്കെ. താങ്ക് യു ആയിഷ. ആൻഡ് ഇനി ആരൊക്കെയാ ബാലൻസ് ഉള്ളത്? ഇനി ആരാ വരുന്നത് നെക്സ്റ്റ് ആയിട്ട്? മാം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ബാലൻസ് ഉണ്ടോ? ഇല്ല, മയൂഷിനെ വിളിച്ചിട്ട് ആള് വന്നില്ലല്ലോ. ബാക്കി എല്ലാവരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗെയിമും കൂടെ കളിച്ചാലോ?
ഓക്കെ. അപ്പൊ ഈ ഒരു ഗെയിം കളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഫോൺ ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക. ക്യാമറയ്ക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക. കാരണം നമുക്കൊന്ന് ഓടിപ്പാഞ്ഞ് നടക്കേണ്ട ഒരു ഗെയിമാണ്. അപ്പൊ അതിന് സെറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ. നിങ്ങൾ ക്യാമറയാണ് ഇതിനു വേണ്ടി മെയിൻ ആയിട്ട് ഓൺ ആക്കേണ്ടത്. മൈക്ക് ഒന്ന് നിങ്ങൾക്ക് ഓൺ ആക്കിയിടാം. ഓക്കെ. അപ്പൊ എല്ലാവരും സെറ്റ് ആണല്ലോ. ക്യാമറ എവിടെയെങ്കിലും ഒന്ന് അവിടെ വെക്കുക. എന്നിട്ട് ഓടാൻ റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ ഗെയിം എന്താന്നുള്ളത് ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ എല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുക. അതുപോലെ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് കാണിക്കും. ഓക്കെ. അതായത് നമ്മുടെ സ്ക്രീനിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കാണിക്കും. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റ് അതിപ്പോ ചിലപ്പോ പെന്നാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ ആവാം, വയറാവാം, എന്തും ആയിരിക്കാം. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും അതുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിലായിട്ട് കാണിക്കുക. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ എന്താ ടാസ്ക് എന്നുള്ളത്? നിങ്ങൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ഫോൺ എവിടെയെങ്കിലും ഒന്ന് സ്റ്റഡി ആയിട്ട് നിർത്തുക, അല്ലെങ്കിൽ കയ്യിലത് പിടിക്കുക, അല്ലെങ്കിൽ ക്യാമറയും പിടിച്ചോടേണ്ടി വരും. അപ്പോ നമ്മൾ കാണിക്കുന്ന ഒബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പരിധിയിട്ട് എവിടെ നിന്നാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് കാണിക്കുക. ആദ്യം കാണിക്കുന്നവരായിരിക്കും വിന്നേഴ്സ്. മിക്സി, ഫ്രിഡ്ജ്, ടി വി അങ്ങനെയുള്ള സാധനം ഒന്നും അയ്യോ കാണിക്കില്ല. ഇല്ല. ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ എന്ത് ചെയ്താൽ മതി, ഫ്രിഡ്ജിന്റെ അവിടെ പോയിട്ട് ഒന്ന് ക്യാമറ ഇങ്ങനെ അവിടെ മുമ്പിലായിട്ട് നിൽക്കുന്ന ക്യാമറ പിടിച്ച് കാണിച്ചാൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ, ശരി ഓക്കെ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടിവിയുടെ മുമ്പിൽ പോകാൻ പറ്റില്ല, അമ്മ സീരിയൽ കാണും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് കപ്പാണ്. നിങ്ങൾ ഓടിപ്പോയിട്ട് കപ്പ് കാണിക്കുക. ഒരു കപ്പ് ഉണ്ടോ? ഇത് കപ്പല്ലേ? കപ്പില്ലാത്ത വീടാണോ? ആദ്യം ആരാ കാണിക്കുന്നത്? ഓക്കെ. അഖില് കാണിച്ചു. അതെ കപ്പ്. ഓക്കെ. അഖില് കാണിച്ചു. വേറെ ഓടിപ്പോ അടുക്കളയിലോട്ടൊക്കെ ഓടിപ്പോ. ഓക്കെ. റംല കാണിച്ചു. ആയിഷ കാണിച്ചു. വേറെ ഇമ്മാനുവലിന് പോയിട്ട് കപ്പ് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ. എല്ലാവർക്കും കിട്ടിയായിരുന്നോ? കിട്ടി. അക്ഷയതയെ കൊണ്ടുവന്നിട്ടുണ്ട്, അമീറ കൊണ്ടുവന്നു, അതെ ജയചന്ദ്രൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അപ്പൊ കപ്പ് കിട്ടി. അപ്പൊ എല്ലാവരുടെ വീട്ടിലും കപ്പുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. അടുത്തത് കലണ്ടർ. ഓക്കെ. ആർക്കൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു കലണ്ടർ. അതായത് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു പെൻ എടുത്തിട്ട് ഒന്ന് ലേൺ വൈസ് എന്ന് എഴുതിയിട്ട്, ഒരു പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡയറി ആയിക്കോട്ടെ ഒരു നോട്ട്ബുക്ക് ആയിക്കോട്ടെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ലേൺ വൈസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് ക്യാമറയിൽ കാണിക്കാം. ഓക്കെ. ഓക്കെ. ഒത്തിരി പേര് കാണിക്കുന്നുണ്ട്. അഖില കാണിച്ചു, മറിയ കാണിച്ചു, ഇമ്മാനുവല് കാണിച്ചു, ആയിഷ കാണിച്ചു, റംല, പിന്നെതാ ഒത്തിരി പേര് കാണിക്കുന്നുണ്ട്. വഫ കാണിച്ചു. ഓൾറെഡി എഴുതി വെച്ച ആരെങ്കിലും ഉണ്ടോ ഒരു പുസ്തകത്തില്? നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കാണിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നോക്കിയാലോ. മെഷറിംഗ് ടാപ്പ്. ഇത് കുറച്ച് പണിപെടും. അതെ. എന്താ പറഞ്ഞത് മനസ്സിലായില്ല. മെഷറിംഗ് ടാപ്പ് ആണ്. ആരുടെയൊക്കെ കയ്യിലുണ്ട്? ഇല്ല. ഓക്കെ. ആരുടെ കയ്യിൽ? അതാ ഇമ്മാനുവലിന്റെ കയ്യിലുണ്ട്. റംല കാണിച്ചിട്ടുണ്ട്. പിന്നെ ആയിഷ ഓടിപ്പോയി എടുത്തു വന്നിട്ടുണ്ട്. ഇല്ല, നമുക്ക് മെഷറിംഗ് ടാപ്പ് തന്നെ വേണം കേട്ടോ. ടാപ്പ് തന്നെ വേണം. ഓക്കെ. അമീറ കാണിച്ചിട്ടുണ്ട്. അക്ഷയ ഓടിപ്പോയി എടുത്തു വന്നിട്ടുണ്ട്. ഓക്കെ. ഇത്രയും പേരുണ്ടല്ലേ? ഇത്രയും പേരുണ്ടാവും. അതെ. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. ടൂത്ത് പേസ്റ്റ്. ഇതില്ലാത്തവരുടെ വീട് കാണില്ലല്ലോ. ഈ ബല്ലേക്കതരൊക്കെ ഉണ്ടോ? ഏത് ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയപ്പോ? അതെ. ഇമ്മാനുവൽ എടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒക്കെ സൈഡിൽ തന്നെ സെറ്റ് ആക്കി വെച്ചേക്കാണെന്ന് തോന്നുന്നു. റംല കാണിക്കുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ് ഉണ്ട് അല്ലെ? ഓരോരുത്തരും ഓരോ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്.
അതെ 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 ദേ ഇത് ചിത്രം കാണുന്നുണ്ടോ? കാണിച്ചു. ഓ കാണാം കാണാം കാണാം. ഓക്കെ. ഓക്കെ ഞാൻ കാണിക്കുന്ന പലതും കാണുന്നില്ല എന്ന് തോന്നുന്നു. ആണോ? ഓക്കെ നമുക്ക് കാണാം. എല്ലാരും കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പൊ എല്ലാരും പല്ല് കേൾക്കാറുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നെക്സ്റ്റ് എനിത്തിങ് യെല്ലോ ഇൻ കളർ. അതായത് യെല്ലോ കളറിലുള്ള എന്ത് ഒബ്ജക്റ്റും നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ അതായത് യെല്ലോ കളറിൽ വരുന്ന എന്ത് ഒബ്ജക്റ്റും നിങ്ങൾക്ക് ചെയർ കാണിക്കാം. കാണിക്കണ അതാ അവിടെ കാണിക്കുന്നുണ്ട്. അക്ഷയ കാണിച്ചു, ഇമാനുവൽ കാണിച്ചു, ആയിഷ ചെയർ കാണിച്ചു. ചെയർ അറിയാ എന്തായിരുന്നു? ചെയർ പറ്റും. യെല്ലോ കളറിലുള്ള എന്ത് സാധനമായാലും നമുക്ക് പറ്റും. ഇതേ റംല കാണിച്ചു, ഫാത്തിമ കാണിച്ചു, അഖില് കാണിച്ചു. അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ആരും അങ്ങനെ ഓടിപ്പോകുന്നൊന്നും പെട്ടെന്ന് കണ്ടില്ല. ആ മെഷറിംഗ് ടാപ്പിന് മാത്രമാണ് എല്ലാവരും ഓടിപ്പോകുന്നത് കണ്ടത്. ബാക്കി എല്ലാം തൊട്ടടുത്ത് തന്നെ വെച്ചേക്കുവാന്ന് തോന്നുന്നു. നമ്മളൊന്ന് ഇട്ട് ഓടിക്കാന്ന് വിചാരിച്ചതായിരുന്നു. ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്തത് സൺഗ്ലാസ്. അതെ സൺഗ്ലാസ് തന്നെ വേണേ. സൺഗ്ലാസ് അല്ലേ? അതെ ആയിഷ കാണിച്ചിട്ടുണ്ട്, അമീറ കാണിക്കുന്നുണ്ട്. വേറെ ആരുടെയൊക്കെ സൺഗ്ലാസ് ഇല്ലേ? സൺഗ്ലാസ് ഇല്ല. സൺഗ്ലാസ് ഇല്ല. ഓക്കെ ഓക്കെ അതെ അക്ഷയ കാണിച്ചിട്ടുണ്ട്, അഖില കാണിച്ചു. അതെ 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 ഇനി ആരെങ്കിലും കാണിക്കാനായിട്ടുണ്ടോ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ? കിട്ടി. കാണിച്ചു. അതെ കൊണ്ടുവന്നു. അതെ ഓക്കെ ഗെയിം എങ്ങനെയുണ്ട്? ഇഷ്ടായോ? പിന്നെ ഇഷ്ടായില്ല? ഓക്കെ കണ്ടു. ആണോ? ഓക്കെ അപ്പോ നമുക്ക് സമയപരിധി ഉണ്ട്. നമുക്ക് ഒത്തിരി ഗെയിംസ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ കളിക്കാനുള്ള ഒരു ടൈം നമുക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ വൈൻഡ് അപ്പ് സെക്ഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീന് ഷെയർ ചെയ്യാം. വേണോ? ഓക്കെ അപ്പൊ അധിക സമയമില്ല. നമുക്ക് എന്നാലും 2-3 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗെയിമും കൂടെ കളിക്കാം. ഓക്കെ ഇതിൽ നമ്മൾ ഓടിപ്പോകുന്ന വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ കോമ്പറ്റീഷൻ ആണോ? അല്ല അതിലാണോ കുറച്ചും കൂടെ താല്പര്യം? അതുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ അങ്ങ് സ്കോർ ചെയ്യാൻ വേണ്ടെന്നാണോ? ഓക്കെ അടുത്തത് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ആക്ച്വലി പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ല് എന്ന് പറയുമ്പോ നമ്മളിവിടെ ഒരു ചിത്രം കാണിക്കും. അപ്പോ ആ ഒരു ആ ചിത്രം ശരിക്കും ശ്രദ്ധിച്ചിട്ട് അത് എന്ത് പഴഞ്ചൊല്ലാണ്, അതല്ലെങ്കിൽ എന്ത് പഴഞ്ചൊല്ലിനോട് ആക്ട് ആയിട്ടുള്ള ചിത്രമാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പറയാം. ഓക്കെ ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടോ? ഓക്കെ അപ്പൊ സെറ്റ് ആയിരുന്നു. ദേ വരുന്നു ഫസ്റ്റ് ചിത്രം. എന്താണ് പഴഞ്ചൊല്ല്? അടിതെറ്റിയാൽ ആനയും വീഴും. അതെ വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ആരാ ആദ്യം പറഞ്ഞേ? എല്ലാവരും ആദ്യം പറഞ്ഞു. എല്ലാരും ഒരുമിച്ച് പറഞ്ഞു അല്ലെ? സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അത് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇത് കറക്റ്റ് ആട്ടോ. അടി തെറ്റിയാൽ ആനയും വീഴും. അടുത്തത് എലിയെ തോപ്പിച്ചില്ല ചുടുക. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുക. എലിയെ തോൽപ്പിക്കുക ഇല്ലം ചുടുക. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക. ഓക്കെ നമുക്ക് നോക്കാം. അതെ 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 ഉറക്കെ പറ കേക്കട്ടെ. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. ഓക്കെ നമുക്ക് നോക്കിയാലോ ഏതാണ്? എലിയെ പേടിച്ച് ഇല്ലം ചുടരുത്. അതാണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇതെന്താ? ആനേനെ പിടിച്ച് തൊഴുത്ത് പഴഞ്ചൊല്ലായിട്ട് പറയണേ. ആന മെലിഞ്ഞ തൊഴുത്ത് കെട്ടാം. ആന മെലിഞ്ഞ തൊഴുത്ത് കെട്ടാം. പിന്നെ വേറെ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഓർമ്മ ആന മെലിഞ്ഞ തൊഴുത്ത് കെട്ടാൻ പറ്റില്ല. ആന മെലിഞ്ഞ തൊഴുത്ത് കെട്ടാൻ പറ്റില്ല. പിന്നെ പറ്റുമെന്ന് ഒരു കൂട്ടർ പറയുന്നു, പറ്റില്ല എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. നമുക്ക് നോക്കാം. പറ്റില്ല. കൺഫേം ആണോ? ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ?
ഓക്കെ, എന്നൊരു ചെറിയ വാക്ക് എല്ലാവർക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ? ഓക്കെ, അടുത്തത് നടുക്കടലിൽ ചെന്നാ നടുക്കടലെത്തിയാൽ നായി നക്കി കുടിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നടുക്കടലെത്തിയാലും നായ നക്കിയെ കുടിക്കും. അതെ അതെ, നടുക്കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കും. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് പോത്തിനോട് ഇത് അധികം വീടുകളിലും ചിലപ്പോ നമ്മൾ അമ്മമാരുടെ അടുത്ത് നിന്നൊക്കെ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലായിരിക്കും അല്ലേ? വീടുകളിലൊക്കെ എന്റെ വീട്ടില് പറയാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ ഇത് എന്താന്നുള്ളത്. ആരൊക്കെ പറഞ്ഞല്ലോ? പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. പോത്തിനോട് വേദം ഓതിയിട്ട് എന്ത് കാര്യമില്ല. കറക്റ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഗതികെട്ടാ പുലി പുല്ലും ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഗതികെട്ടാ പുലി പുല്ലും തോന്നും. ഓക്കെ, അടുത്തത് കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇതെന്താണ്? ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഓക്കെ, നോക്കാം. കറക്റ്റ് തന്നെയാണ്. മിണ്ടാപ്പൂച്ച കല ഉടക്കും. ഇതെന്താണ്? കൊടുത്താൽ ആശ കൊടുക്കരുത്. ആശ ഇതെന്താന്നറിയോ? ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് പറയുന്നു, ബാക്കിയുള്ളവരത് കംപ്ലീറ്റ് ആക്കിയിട്ട് പൂരിപ്പിച്ചിട്ട് പറയുന്നു. എല്ലാം നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആശ കൊടുക്കരുത്. ഒന്നുകൂടെ പറഞ്ഞേ. മണ്ണും ചേരുന്ന പെണ്ണും കൊണ്ടുപോയി. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് തന്നെയാണ്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഓക്കെ, ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? നന്നായി. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് ഡീകോഡിങ്ങിന്റെ സെക്ഷൻ ആയിരിക്കും, സെക്ഷൻ 03 എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഓരോന്നും നമ്മുടെ എടുത്തിരിക്കുന്ന കോഴ്സിനെ സംബന്ധിച്ച്, നമ്മുടെ കോഴ്സുകൾ എന്താണ്, എത്രമാത്രം നമുക്ക് പഠിക്കാനുണ്ട്, എത്ര യൂണിറ്റ് വരുന്നു, എത്ര ബ്ലോക്ക് വരുന്നു, അങ്ങനെയുള്ള സെക്ഷൻ ആയിരിക്കും നെക്സ്റ്റ് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ അടുത്ത സെക്ഷനിലും നിങ്ങൾ ഇതുപോലെ ജോയിൻ ആവാം, വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് എന്താ വൈൻഡ് അപ്പ് ചെയ്താലും. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താന്നുള്ളതൊന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ വിൻഡോസിൽ ഒന്ന് അയച്ചിടുക. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ എൻജോയ് ചെയ്തോ, എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് ജസ്റ്റ് ഒരു വോയിസ് നോട്ട് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിന് എന്ത് ചെയ്യാം, ഒന്ന് അയച്ചിടുക. ഓക്കെ, അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെക്ഷൻ? ആർക്കെങ്കിലും ഒന്ന് മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് 2 വേർഡ്സിൽ പറയാൻ പറ്റുമോ? മിസ്സേ അഖില് പറഞ്ഞു. പറയാവോ? പറഞ്ഞോളൂ. ഇന്നത്തെ സെഷനെ കുറിച്ച്, ഇന്നത്തെ സെഷൻ ഓൾറെഡി കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇത്ര നാളും എക്സ്പീരിയൻസ് ചെയ്യാത്ത വേറൊരു തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പല PSC ആയിട്ട് ബന്ധപ്പെട്ട് എൻട്രി ആപ്പ് ത്രൂ ഒക്കെ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ സെഷൻ ഇത് ആദ്യമായിട്ടായിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മുടെ സെക്ഷൻ, ഇന്നത്തെ സെക്ഷൻ നിങ്ങൾ എൻജോയ് ചെയ്തോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? ഹലോ, പറഞ്ഞോളൂ. അക്ഷയ പറഞ്ഞു. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ഒന്നും ഞാൻ ഇന്നേവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഓൺലൈൻ ആയിട്ടുള്ള ഇത് ഇങ്ങനെ ചെയ്യണത്. അപ്പൊ എന്താണ് എങ്ങനെയെന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും നല്ല എൻജോയബിൾ ആയിരുന്നു സംഭവം. അങ്ങാടും ഇങ്ങോട്ടൊക്കെ എനിക്ക് ഓടാൻ പറ്റി. അങ്ങനെ ഓക്കെ, താങ്ക് യു അക്ഷയ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ആർക്കെങ്കിലും ഒരാളും കൂടെ ഒന്ന് പറയാമോ? ഹലോ, പറഞ്ഞു. ഞാൻ ഷെയ്മയാണ്. പിന്നെ ഈ ക്ലാസിന്റെ റിവ്യൂ എന്നതിലുപരി എനിക്ക് പറയാനുള്ളത് മെന്ററിങ്ങിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇങ്ങനെ ഒരു മെന്ററിങ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട്. അങ്ങനെയല്ല, എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ആ സമയത്ത് തന്നെ സ്പോട്ടിൽ റിപ്ലൈ ചെയ്യുകയും റെസ്പോൺസ് ചെയ്യുകയും പിന്നെ നമ്മൾ കൂടുതൽ അതിൽ ഇൻവോൾവ് ആക്കുന്നതും അങ്ങനെ ഗ്രേറ്റ് ആയിട്ടുണ്ട്.
ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഷൈമ. ആൻഡ് നെക്സ്റ്റ് ഇനി ആരെങ്കിലും വരുന്നോ? ഇതിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഓസം മെന്റർ ആണ്, അടിപൊളിയാണ്. എപ്പോഴായാലും നമുക്കൊരു ആക്സസബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. എപ്പോൾ നമുക്ക് എന്ത് മെസ്സേജ് അയച്ചാലും തിരിച്ച് റിപ്ലൈ തരാറുണ്ട്, അതിന് ക്ലാരിറ്റി കൃത്യമായിട്ട് തരാറുണ്ട്. ഹാറ്റ്സ് ഓഫ് യു, അടിപൊളിയാണ്, സൂപ്പർ മെന്റർ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ? ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. നല്ല പറഞ്ഞോളൂ. ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാം, പറയാം. അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മെന്ററിന്റെ അടുത്ത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളത് ഷെയർ ചെയ്യാം. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു പഠനത്തിന് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? എല്ലാവരും ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം കേട്ടോ. താങ്ക് യു മാം.